ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ് കേട്ടോ. ഒന്ന് മോർണിംഗിൽ ഭയങ്കര സുഖമായിട്ട് ഞാൻ ഉറങ്ങി കേട്ടോ. 7 മണി വരെ ഞാൻ ഉറങ്ങി. ഇല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്ക് ഫോൺ എടുത്തിട്ട് അയ്യോ നാളെ രാവിലെ എന്താ ഉണ്ടാക്കണ്ടേ ഒരേ ടെൻഷനാണ് കേട്ടോ. ആ ടെൻഷൻ അങ്ങോട്ട് രാവിലത്തെ മോർണിംഗിലത്തെ ആ ടെൻഷനില്ലേ, 8 മണിയാകുമ്പോഴത്തേനും എല്ലാം സെറ്റായി കിട്ടുന്ന ടെൻഷന്. ലഞ്ചായാലും ടിഫൺ ആയാലും ഈ ലഞ്ചും ടിഫനും ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇത് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. എന്തെന്ന് ചോദിച്ചാൽ കറി ഉണ്ടാക്കണം, അതിക്ക് ഉപ്പേരി ഉണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ ആകുമ്പോൾ ഒരു പൊരിച്ചിൽ തന്നെയല്ലേ നമുക്ക് എല്ലാ അടുക്കളയിലും വീട്ടമ്മമാർക്കുള്ള ഒരേ ഒരു ടെൻഷൻ അതാണ് കേട്ടോ. ഈ രാവിലത്തെ ഈ പൊരിച്ചിലാണ് അധികം ആൾക്കാർക്കും ടെൻഷൻ കേട്ടോ. എൻ്റെ ടെൻഷൻ ഇത് തന്നെയാണ് കേട്ടോ. രാവിലെ ആയാൽ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ പാടെങ്ങനെ ചെയ്യും എന്നക്കാരം. അപ്പോൾ അതിനാണ് ഞാൻ തലേ ദിവസം തന്നെ കുഴച്ച് പരത്തി അങ്ങ് ഫ്രിഡ്ജിലോട്ട് അങ്ങ് സെറ്റാക്കി വെച്ചു. അതേമാതിരി വെല്ലുള്ളി തക്കാളി ഇതൊക്കെ അതും തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ തൊലിച്ച് അങ്ങനെ സെറ്റാക്കി ചിക്കൻ ഉണ്ടായിരുന്നു അതും അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പണി ഒപ്പിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ചില്ല കേട്ടോ. ഇന്ന് ലഞ്ചില്ല. കാരണം അവൾ പത്തിരി ഭയങ്കര അവളെ ഫേവറേറ്റാണ് പത്തിരി. അപ്പോൾ ലഞ്ച് വേണം എനിക്ക്, പത്തിരിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം സ്കൂൾക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി സമാധാനമായി ഉറങ്ങിട്ടോ. അതാണ് അത്ര ലേറ്റായത്. അങ്ങനെ എണീച്ച് അങ്ങനെ പത്തിരി ചുട്ടു. അങ്ങനെ ലഞ്ച് റെഡിയായി, ടിഫണ് റെഡിയായി കേട്ടോ. അങ്ങനെ മോൾക്ക് സ്കൂൾക്കുള്ള ടിഫൺ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ അറിയാലോ, ചിക്കൻ്റെ റെസിപ്പി. ഞാനെല്ലാം മസാലകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയിട്ടാണ് കേട്ടോ വെക്കുക. അതേമാതിരി ആദ്യം തന്നെ പട്ടയും വലിയ ജീരകമൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് എണ്ണയിലിട്ട് വറുത്തിട്ടൊക്കെയാണ് കേട്ടോ എൻ്റെ ചിക്കൻ കറി. അങ്ങനെ ഞാൻ ചിക്കൻ കറി റെഡിയാക്കി. മോളെ സ്കൂൾക്ക് പോകാനുള്ള ടൈമായി. അങ്ങനെ പെട്ടെന്ന് സെറ്റായിട്ടോ. എന്തെന്ന് ചോദിച്ചാൽ ഓരോ വീട്ടുകളിൽ കൂടിയും നമ്മളെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവരെ നോക്കുക, ഈ അടുക്കളയത്തെ ജോലിയാണ് നോക്കുക. അവർക്കാണെന്ന് വെച്ചാൽ നൂറൂട്ടം. എൻ്റെ മോളൊക്കെ സത്യം പറഞ്ഞാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അവൾക്കൊന്ന് ഒന്നും ശരിയാവും. തലമുടി ഞാൻ കെട്ടി കൊടുക്കണം. എന്തെന്ന് ചോദിച്ചാൽ 2 ഭാഗത്ത് കെട്ടാനില്ല, ആ വര അങ്ങോട്ട് ശരിയാവില്ല അവൾക്ക്. ആ വര ശരിയാവത്തിന് ഉമ്മ അതൊന്ന് കെട്ടിത്താന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഇതാക്കും. അതിൻ്റെ അടിയിൽ കൂടി അതൊക്കെ ചെയ്യണം. ഈ ലഞ്ചും ടിഫനും ഒന്നിച്ചിട്ട് അതും ചെയ്യണം. അപ്പോൾ അത് വല്ലാത്തൊരു കഷ്ടപ്പാടാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ കഷ്ടപ്പാടിൽ കൂടിയൊക്കെ അങ്ങനെ പോവുക. പിന്നെ ഇന്നലെ ഞാനിനി ലൈവ് ഇട്ടിരുന്നില്ലേ, ലൈവ് ഇട്ടപ്പോൾ എന്തോരം തെറികളായിരുന്നു എൻ്റെ പൊന്നെ. തെറികളല്ല കേട്ടോ, മോശമായ ഓരോരോ വാക്കുകൾ ഇങ്ങനെ വേർഡ്സുകളും ഇങ്ങനെ അതിൽ വന്നിട്ട് ഒരു ടോക്സി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ. ആ അക്കൗണ്ടിൽ നിന്ന് എന്തൊക്കെ ചോദ്യമാണ് എൻ്റെ പൊന്നെ. എനിക്ക് കേൾക്കാൻ പറ്റാത്ത ചോദ്യം, ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചോദ്യമാണ് അതിൽ നിന്ന് വരുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ വരൂലേ, അത് അറിയില്ലായിരുന്നു. ഇതിലെന്തിനാ അങ്ങനെ? നമ്മൾ ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യണില്ല. നമ്മൾ വീഡിയോസ് ഇടണോ ലൈവ് ഇട്ടാലും വീഡിയോസ് ഇട്ടാലും നമുക്ക് കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലോട്ടിരുന്നേ. അതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അനാവശ്യം വിളിക്കാനോ അങ്ങനെ ഇങ്ങനെ ഉള്ളതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ലൈവ് ഇടുന്നത് കേട്ടോ. പിന്നെ ലൈവിൽ നിന്നൊന്ന് എണീച്ച് അതൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. അന്യൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ്. ഇപ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരുപാട് അനുഭവിക്കണം. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് കേട്ടോ ഒരുപാട്. പടച്ചോൻ കാക്കട്ടെ അവളേക്ക്. കാരണം എന്തെന്ന് വിചാരിച്ചാൽ മനസ്സ് തെറ്റി വേറെ എന്തെങ്കിലും ചെയ്യുമോയെന്നൊരിതുണ്ട്. കാരണം അത്രയ്ക്ക് മോശം. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് വന്നപ്പോൾ അത് കേട്ടപ്പോൾ ഒരുമാതിരി സങ്കടവും കാര്യങ്ങളും ആയിട്ടോ. നമ്മൾ കേൾക്കാൻ പറ്റാത്തതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. ഞാൻ എന്നാലും ലൈവിൽ വരും. ലൈവിൽ നിന്ന് എണീച്ച് പോകാൻ പറയുന്നത് എന്തെല്ലാം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് എന്തെല്ലാം ചോദിക്കും. നമുക്ക് ലൈവ് എന്തിനാണ് ഇടണേന്നില്ല അവർക്കറിയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലാതെ വേറെ സെക്സ്വലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതല്ല ലൈവ് എന്ന് ആർക്കും അറിയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളിൽ ലഞ്ചല്ല കേട്ടോ, ടിഫന് പെട്ടെന്ന് റെഡി ആയിട്ടോ. അങ്ങനെ ഞാനത് പത്തിരിയാണ്, അങ്ങനെ ഞാനത് ടിഫനിലാക്കി. അവൾക്ക് ഫുഡ് ഞാനേ വാരി കൊടുക്കണം കേട്ടോ. തല വാരാണെങ്കിൽ ഞാനേ വാരി കൊടുക്കണം, ഫുഡ് കൊടുക്കണേ ഞാനേ വാരി കൊടുക്കണം. അപ്പോൾ രാവിലെ ആയ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ, ഭയങ്കര ഓട്ടപ്പാച്ചിൽ. അങ്ങനെ ഫുഡ് ഞാൻ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയാം, അവൾ ഫുഡ് കഴിക്കാതെ അങ്ങനെ സ്കൂളിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അധിക ദിവസങ്ങളിൽ എനിക്ക് വാരിക്ക കൊടുക്കാൻ പറ്റാത്ത ടൈമിലൊക്കെ അവൾ
കഴിക്കാതെ അങ്ങനെ ഓടും കേട്ടോ. അപ്പോൾ അത് കാരണം ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എത്രയും നേരം എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പറയുമ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് വിശന്നിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് പെട്ടെന്ന് വാരി കൊടുക്കും. പിന്നെ അവൾക്കെന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചാൽ ഭയങ്കര ബുക്കും അവിടെ ഇവിടെയൊക്കെ തിരയാനുണ്ട്. മോൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ബുക്കുകളും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത് നേരമാകുമ്പോഴത്തേനും ഒരുപാട് നേരമാകും. അങ്ങനെ ഫുഡും കൊടുത്ത് അവളെ സ്കൂളിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിച്ചേക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.